ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സത്യം പറയാമല്ലോ ഗൈസ്, ഞാൻ മോർണിംഗ് തൊട്ട് വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇസു ബേബി കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. അവനിക്ക് ഫീഡൊക്കെ ചെയ്തിട്ട് അവനെ നല്ലപോലെ ഉറക്കി കിടത്തിയൊക്കെയാണ്. അപ്പം ആ ടൈമിലാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ്. പിന്നെ എൻ്റെ ഫോൺ കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. സോ ഇന്നിപ്പോൾ ഏതായാലും നമ്മുടെ 2025 എൻഡ് ചെയ്യാൻ പോകണം. ഒരു ന്യൂ ഇയറിലേക്ക് നമ്മൾ പോകാം കേട്ടോ. അപ്പോൾ December 31. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഇക്കാക്കയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഉച്ചയ്ക്ക് അവിടെ മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ കുറച്ച് ന്യൂ ഇയർ പ്രോഗ്രാംസൊക്കെ. ഇവിടെ രാവിലെ തൊട്ട് നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇസു ബേബി നല്ല ഉറക്കമാണ്. പിന്നെന്താ പറയുക, അപ്പോൾ ഒരുപാട് 2025 കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല മെമ്മറീസൊക്കെ ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഡെലിവറി, പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അങ്ങനെ ഒരുപാട് സ്റ്റേജിലോട്ടൊക്കെ കടന്നു പോയിട്ടുണ്ട്. പിന്നെന്താ, ഇക്കാകാണെങ്കിൽ 2 പ്രാവശ്യം നാട്ടിൽ വരാൻ പറ്റി. അപ്പോൾ അങ്ങനെ കുറേ നല്ല നല്ല മെമ്മറീസൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരും വർഷം ഇതേപോലെ തന്നെ ആയിരിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ താഴോട്ട് പോയാൽ വാപ്പാവും കുറച്ച് തിരക്കിലായിരിക്കും. എന്നാലും അവരുടെ വീഡിയോസിൽ കാണിച്ചു തരാം. അവർ കടകളിലൊക്കെ ബേക്കറി ഐറ്റംസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരിക്കും കേട്ടോ. ചുമക്കുന്നതാണ് ഈ പാട്. ഹാപ്പി ന്യൂ ഇയർ. വെരി 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 അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ 2026 പറഞ്ഞ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ദേ വീട്ടിലേക്ക് പോകാനായിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇസുവിൻ്റെ എല്ലാം ആദ്യമേ പാക്ക് ചെയ്തിട്ട് ഇനി എൻ്റെ സാധനങ്ങളാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മേക്കപ്പ് സെറ്റുകളും പിന്നെ കുറച്ച് 2-3 ഡ്രസ്സും മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാണ് ഉമ്മാടെ ഗാർഡനാണ് കേട്ടോ ഗൈസ്. ഇത് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂറൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കുന്നുള്ളൂ. പിന്നെ അറ്റത്താണ് ഈ പ്ലാസ്റ്റിക് നമ്മൾ കൊടുക്കാനൊക്കെ ആയിട്ട് അതെല്ലാം നമ്മൾ ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹോം ടൂറൊക്കെ ചെയ്യുമ്പോൾ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങളിതേ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇതേ വണ്ടിയൊക്കെ വിളിച്ച് ഇവിടെ നിൽക്കുകയാണ്. ബാഗെല്ലാം പാക്ക് ചെയ്തു. വീട്ടിലേക്ക് ചെന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളിന്ന് നേരത്തെ തന്നെ ഇറങ്ങി. ഫൈനലി ഞങ്ങളങ്ങനെ വീടെത്തി ഇസുവിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ വിശാൽ മാർട്ടിലേക്ക് ആട്ടപ്പോയത്. ഇത് തന്നെ മതി, അത് തന്നെ ഇടാൻ പറ്റ പാട്. നോക്കിയടാ ഇവിടെ മോവാ കസേര അതുപോലെ ഇസോ പാനീനെ കത്തിക്കലുണ്ട്.